ഈ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് അനന്തു അജി എന്ന 24 വയസ്സുകാരൻ ഇന്നലെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പം ആത്മഹത്യ ചെയ്യാൻ ഇടയായ കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്നു. ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നത് താൻ വളരെ ചെറുപ്പം മുതൽ തന്നെ RSSൽ ആകർഷനായി അതിൻ്റെ ശാഖാപ്രവർത്തനത്തിൽ പോവുമായിരുന്നു. അങ്ങനെ RSSന്റെ ശാഖയിൽ വെച്ച് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ്. RSSന്റെ ശാഖയിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഈ ലൈംഗിക പീഡനത്തിൻ്റെ എല്ലാം ഭാഗമായി ഞാൻ കുറേ കാലമായി കടുത്ത മാനസിക സംഘർഷത്തിലാണ്. അവിടെ എനിക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയുന്നില്ല. അതിനാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് അതിനകത്തുള്ളത്. അപ്പം RSSന്റെ ശാഖയിലെല്ലാം ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും എന്തെല്ലാം ആശയങ്ങളാണ് അതിനകത്ത് കൂടി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും എത്രയോ കാലമായി ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മതത്തെയും വിശ്വാസത്തെയും മുൻനിർത്തി ക്ഷേത്രത്തിൻ്റെ വളപ്പുകളിലും ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെല്ലാം സംഘടിപ്പിച്ചിരുന്ന RSSന്റെ ശാഖയിലേക്ക് തെറ്റിദ്ധാരണ കൊണ്ടെല്ലാം കുറച്ചാളുകൾ പോയിട്ടുണ്ട്. അത്തരം ആളുകൾക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് അനന്തുവിൻ്റെ മരണത്തിൽ കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. DYFI ആവശ്യപ്പെടുന്നത് അനന്തുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള RSSന്റെ ശാഖയ്ക്ക് നേതൃത്വം കൊടുത്ത അതിൻ്റെ നേതൃത്വത്തെ ഉൾപ്പെടെ ശക്തമായ നിലയിൽ നിയമ നടപടിക്ക് വിധേയമാക്കണം എന്നുള്ളതാണ്. അനന്തുവിനെ പീഡിപ്പിച്ചിട്ടുള്ള RSSന്റെ ശാഖാ പ്രമുഖരെ ഉടനടി പിടികൂടുകയും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും വേണം എന്ന് DYFI ആവശ്യപ്പെടുകയാണ്.